പ്രളയ ദുരിതം അനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്കായി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വയനാടിന്റെ MP രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ പുതപ്പ്, പായ തുടങ്ങിയ ആവശ്യ വസ്തുക്കളും രണ്ടാം ഘട്ടത്തിൽ 50,000 കിലോ അരി അടങ്ങുന്ന ഭക്ഷ്യസാധനങ്ങളും രാഹുൽ ഗാന്ധി എത്തിച്ചിരുന്നു. തന്റെ മണ്ഡലത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച രാഹുൽ ഗാന്ധിയോട് തനിക്ക് നഷ്ടപ്പെട്ടു പോയ തന്റെ വീട് ശരിയാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ച ഖദീജയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതാണ്. നെഞ്ചോട് ചേർത്ത് പിടിച്ച് വീട് നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ. 3 മാസത്തിനകം ഖദീജയ്ക്ക് വീട് ഒരുങ്ങുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. മരുതിലാവ് വനമേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ചിപ്പിലത്തോട് പുഴ കവിഞ്ഞൊഴുകിയതോടെയാണ് ഖദീജയുടെ പുഴയോരത്തെ വീട് വെള്ളത്തിനടിയിലായത്. വീട് നഷ്ടമായ ദുഃഖത്തിൽ കൈതപ്പൊയിൽ EMS ഫാത്തിമ റഹീം സെൻട്രൽ സ്കൂളിലെ ക്യാമ്പിൽ കഴിയുമ്പോഴാണ് രാഹുൽ ഗാന്ധി അവിടം സന്ദർശിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കണ്ടപാടെ തന്റെ സങ്കടങ്ങൾ ഖദീജ അദ്ദേഹത്തിന് മുന്നിൽ വിവരിക്കുകയായിരുന്നു. എനിക്കും മക്കൾക്കും കിടക്കാനിടം വേണം, മോനത് ശരിയാക്കി തരണമെന്ന് രാഹുൽ ഗാന്ധിയെ ചേർത്ത് നിർത്തി തേങ്ങി കരഞ്ഞുകൊണ്ടായിരുന്നു ഖദീജ ആവശ്യപ്പെട്ടത്. ആ വീട് നമുക്ക് ശരിയാക്കാം, നിങ്ങളുടെ വീട് മാത്രമല്ല, പ്രളയത്തിൽ തകർന്ന എല്ലാ വീടും പുനർനിർമ്മിക്കാം എന്നായിരുന്നു ഖദീജയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് രാഹുൽ ഗാന്ധി നൽകിയ മറുപടി. നാളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട, ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഓരോരുത്തർക്കും ഉറപ്പ് നൽകിയായിരുന്നു രാഹുൽ ഗാന്ധി ക്യാമ്പിൽ നിന്നും മടങ്ങിയത്. ഖദീജയ്ക്ക് എത്രയും പെട്ടെന്ന് വീടൊരുക്കി രാഹുലിന്റെ വാക്കുകൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കൊണ്ടോട്ടിയിലെ കോൺഗ്രസ് പ്രവർത്തകർ. ഖദീജയ്ക്ക് 4 സെന്റ് സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകാനാണ് കോൺഗ്രസ് കൊണ്ടോട്ടി മുനിസിപ്പൽ കമ്മിറ്റി തീരുമാനിച്ചത്. അടിവാരം 30 ഏക്കറിൽ 4 സെന്റ് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഒരാഴ്ചക്കകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി 3 മാസത്തിനകം വീട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കോൺഗ്രസ് കൊണ്ടോട്ടി മുനിസിപ്പൽ കമ്മിറ്റി അധ്യക്ഷൻ അബ്ദുൾ റഫീഖ് അറിയിച്ചു. ക്യാമ്പിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ മുൻപിൽ പൊട്ടിക്കരയുന്ന ഖദീജയുടെ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടതോടെ വിവിധ സംഘടനകളും വ്യക്തികളും ഖദീജയ്ക്ക് സഹായവുമായി എത്തിയിരുന്നു. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായാൽ എത്രയും പെട്ടെന്ന് വീട് നിർമ്മാണം തുടങ്ങാനാണ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം. നിർമ്മാണം പൂർത്തിയായാൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് തന്നെ വീടിന്റെ താക്കോൽദാനം നടത്തിയേക്കുമെന്നാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം കരുതുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.